ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബേസൻ ലഡുവാണ്. ബേസൻ എന്ന് പറഞ്ഞാൽ കടലമാവ്. അപ്പോൾ കടലമാവ് വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡു, ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് പാൻ ചൂടാക്കി അതിലേക്ക് 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി അതൊന്ന് ഉരുകി നല്ലതുപോലെ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾ 2 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇളക്കാൻ തുടങ്ങുക. ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരു 15-20 മിനിറ്റ് ഇളക്കണം. നമ്മൾ സാധാരണ പറയും ഇളക്കല്ലേ ഇളക്കില്ലേ എന്ന്, പക്ഷേ ഇവിടെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കി 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 അതിനകത്തുനിന്ന് നെയ്യ് ഊറി വരാൻ തുടങ്ങും. നമ്മൾ എണ്ണ കാണും എന്നൊക്കെ പറയുന്നതല്ലേ, നമ്മൾ ചില കറികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ, അതുപോലെ ഇതിനകത്ത് നെയ്യ് തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ കടൽമാവിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറും. അപ്പോഴാണത് നന്നായിട്ട് കുക്കായി എന്ന് മനസ്സിലാവുന്നത്. ചെറിയൊരു ബ്രൗൺ ടിൻറ്റ് വരും. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ എൻ്റേത് കളറ് മാറി അതിൽ നിന്ന് നെയ്യ് നല്ലതുപോലെ തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഒരു പൗഡർ പരുവത്തിലായിരുന്നു തുടങ്ങിയത്. ഇപ്പോൾ അത് നല്ലതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ലിക്വിഡ് സ്റ്റേറ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിൽ മാറ്റിയതിനു ശേഷം പൂർണ്ണമായിട്ടും തണുക്കാൻ വിടുക. ഇനി അതിലേക്ക് ഇടാനുള്ള കാഷ്യൂ ആണിത്. കാഷ്യോ ബദാമോ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് പൊടിക്കണം. അപ്പോൾ ഞാനതിൽ കുറച്ച് മുഴുവനായിട്ട് ഇട്ടിട്ടുള്ളത് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അത് നെയ്യിലൊന്നും വറുക്കണ്ട, ജസ്റ്റ് പാൻ ചൂടാക്കി അതിലൊന്ന് വറുത്തെടുത്താൽ മതി. പഞ്ചസാര 1 കപ്പ് പൊടിച്ചെടുക്കുക. ആ പൊടിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ട് പൊടിഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഏലക്ക ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കടലമാവിൻ്റെ മിശ്രിതം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കാഷ്യൂവും പിന്നെ പൊടിച്ച പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം, മാവ് നന്നായിട്ട് തണുത്തിട്ട് വേണം ചെയ്യാൻ. കാരണം നമ്മൾ ചൂടോടുകൂടി പഞ്ചസാര അതിൽ ചേർത്ത് കഴിഞ്ഞാൽ പഞ്ചസാര അലിയും. പഞ്ചസാര അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ മെനക്കേടാവും. പിന്നെ നമുക്കത് ഉരുളകളായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അത് ഭയങ്കരമായിട്ട് വെള്ളമായി പോവും. അതുകൊണ്ട് ആണ് പറയുന്നത് തണുത്തതിന് ശേഷം മാത്രമേ പഞ്ചസാര ഇതിലിട്ട് കൊടുക്കാവൂ. ആദ്യം ഒരു സ്പൂൺ വെച്ച് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ലതുപോലെ എല്ലാ പഞ്ചസാരയും മാവും നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ എത്തക്ക രീതിയിൽ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഉരുള ആക്കുന്നതിന് മുമ്പ് കയ്യിൽ ഇച്ചിരി നെയ്യ് പുരട്ടി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒട്ടാതെ നല്ലതുപോലെ ഉരുളയാക്കി എടുക്കാൻ കഴിയും. ബേസൻ ലഡു അപ്പോൾ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാം, ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് കഴിക്കാം. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാം. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ.